നിയമസഭാ തെരഞ്ഞെടുപ്പിനിടെ സിനിമാ സാംസ്കാരിക മേഖലയിൽ നിന്നും കൂടുതൽ പേരെ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിക്കാൻ നീക്കം. മുൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ ഉടൻ കോൺഗ്രസിൽ അംഗത്വം എടുത്തേക്കുമെന്നറിയുന്നു. ഇന്ന് കോട്ടയത്ത് KPCC സാംസ്കാരിക സാഹിതിയുടെ പരിപാടിയിൽ പ്രേംകുമാർ പങ്കെടുക്കും. അമ്മ വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തലയും കോൺഗ്രസിൽ ചേരും. ഇന്നലെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി ജയൻ ചേർത്തല കൂടിക്കാഴ്ച നടത്തിയിരുന്നു. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സ്ഥാനാർത്ഥി ചർച്ചകൾ വേഗത്തിലാക്കി KPCC. ഈ മാസം 23-ന് ആദ്യഘട്ട പട്ടിക പ്രഖ്യാപിക്കാനാണ് നീക്കം. സാധ്യതാ പട്ടിക ഉടൻ സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് കൈമാറിയേക്കും. സിറ്റിംഗ് സീറ്റുകളിലെയും മുതിർന്ന നേതാക്കൾ മത്സരിക്കുന്ന സീറ്റുകളിലെയും പട്ടികയാണ് ആദ്യം കൈമാറുക. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിലാണ് സ്ഥാനാർത്ഥി ചർച്ചകൾ. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ വിസ്മയം തുടരുകയാണ്. ഇന്ന് രണ്ട് പരിപാടികളിൽ രണ്ട് വിസ്മയങ്ങളുണ്ട്. ഒന്ന്, പാലക്കാട് സുരേഷ് പുതിയ യാത്രയിൽ ചേരുന്നു. മറ്റൊന്ന്, കോട്ടയത്ത് KPCCയുടെ സാഹിതി പരിപാടിയിൽ ഇടത് സഹയാത്രികനായ പ്രേംകുമാർ ചേരുന്നു. ഇരുവരും CPMന്റെ പ്രാഥമിക അംഗം പോലും അല്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ എങ്കിലും ഇടതു സഹയാത്രികരാണ് ഇരുവരും. ഒപ്പം ജയൻ ചേർത്തല CPIയുടെ മെമ്പറാണ്. അദ്ദേഹവും ഒരുപക്ഷെ ഇന്നലെ KC വേണുഗോപാലുമായി ചർച്ച നടത്തിയതിനു ശേഷം ആ തീരുമാനമെടുത്തേക്കാം. അപ്പോൾ വിസ്മയങ്ങൾ ഉണ്ടാകുമോ? ആ വിസ്മയങ്ങളുടെ വലിപ്പം എത്രത്തോളം ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. 29-ാം തീയതി ആകുമ്പോഴേക്ക് പ്രാഥമിക പട്ടിക വരുമല്ലേ? അരുൺകുമാർ, ആദ്യ സ്ഥാനാർത്ഥി പട്ടിക 23-ന് പ്രഖ്യാപിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്. അതിന്റെ ഭാഗമായിട്ടാണ് പ്രാഥമിക പട്ടിക വേഗത്തിൽ തയ്യാറാക്കി നൽകാനുള്ള നീക്കം നടക്കുന്നത്. ചർച്ചകൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ സിറ്റിംഗ് സീറ്റുകൾ, അത് പാലക്കാടും അതുപോലെ തന്നെ തൃപ്പൂണിത്തുറയും, ഈ രണ്ട് സീറ്റുകൾ ഒഴിവാക്കിയാണ് സാധ്യതാ പട്ടിക കൈമാറുക. അതിനൊപ്പം തന്നെ മുതിർന്ന നേതാക്കൾ മത്സരിക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളുടെ സാധ്യതാ പട്ടികയും കൈമാറും. അങ്ങനെ പരമാവധി 45 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ 23-ാം തീയതി പ്രഖ്യാപിക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടൽ. കാരണം 22-നാണ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗവും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗവും നടക്കുന്നത്. ആ കമ്മിറ്റിക്ക് മുമ്പ് മധുസൂദനൻ മിസ്ത്രിക്ക് KPCC നേതൃത്വം സാധ്യതാ പട്ടിക കൈമാറണം. പിന്നീട് മധുസൂദനൻ മിസ്ത്രിയുടെ നേതൃത്വത്തിലുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി ഇതിന് അനുമതി നൽകി കഴിഞ്ഞാൽ അവർ ഇത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് കൈമാറുകയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേർന്ന് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുകയും. അതാണ് കോൺഗ്രസിന്റെ രീതി. പിന്നീട് രണ്ടാം ഘട്ട പട്ടിക അത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമായിരിക്കും പ്രഖ്യാപിക്കുക. അത് തർക്കങ്ങളുള്ള സീറ്റുകൾ, കൂടുതൽ പേർ അവകാശവാദം ഉന്നയിക്കുന്ന സീറ്റുകളൊക്കെയാണ് ചർച്ചകൾ നീണ്ടുപോകുന്നത്. സീറ്റ് വിഭജനം ഇതുവരെ പൂർത്തിയായിട്ടുമില്ല. സീറ്റ് വിഭജനം പൂർത്തിയായി കഴിഞ്ഞാൽ ആ സീറ്റുകളിൽ കൂടി സ്ഥാനാർത്ഥികളെ കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ ചർച്ചകൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു. ആ സമയത്ത് തന്നെ ഈ വിസ്മയം തീർക്കാൻ വേണ്ടി മറ്റ് പാർട്ടികളിൽ നിന്നും അല്ലെങ്കിൽ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളെയൊക്കെ കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള ചരടുവലികൾ സജീവമാണ്. നേരത്തെയൊക്കെ കോൺഗ്രസ് ഏതെങ്കിലും LDFിലെ ഘടകകക്ഷികളെ ലക്ഷ്യമിട്ടെങ്കിൽ പിന്നീട് അത് വ്യക്തികളെ കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനങ്ങൾ. വ്യക്തികളെ കോൺഗ്രസിലേക്ക് എത്തിക്കുക, പൊതു അഭിപ്രായങ്ങൾ സ്വരൂപിക്കാൻ കഴിയുന്ന, പൊതു സ്വാധീനമുള്ള, ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്ന പ്രേംകുമാർ, ജയൻ ചേർത്തല, സുരേഷ്, അങ്ങനെയുള്ള ആളുകളൊക്കെ കോൺഗ്രസിലേക്ക് എത്തിക്കുക എന്നതാണ്. അങ്ങനെ ഇനിയും ഒട്ടേറെ സാംസ്കാരിക സിനിമാ പ്രവർത്തകരെ കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യമിടുന്നുണ്ടായിരുന്നു. ശരി, താങ്ക് യു. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു റോഷിപാൽ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, 23-ാം തീയതി കുറച്ച് കാത്തിരിക്കൂ. കൂടുതൽ വിസ്മയങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോഴും CPM ചോദിക്കുന്നത്, വിസ്മയമായിട്ട് ഇവരെയൊക്കെയാണോ നിങ്ങൾക്ക് കിട്ടിയത് എന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ രണ്ടുപേരും ഇപ്പോൾ CPMന്റെ പ്രാഥമിക അംഗത്വത്തിൽ പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ജയൻ ചേർത്തല അങ്ങനെയല്ല, CPIയുടെ അംഗമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്.